നമ്മുടെ മാത്രം പ്രശ്നങ്ങളല്ല, നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ അയൽപക്കക്കാരുടെ, നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ, നമുക്കിടയിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതാണ് റസൂലുള്ളാഹ് നമുക്ക് പകർന്നു തന്ന ഏറ്റവും വലിയ പാഠം. റസൂൽ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന നേരത്ത് ഓർത്തിരുന്ന ഒരു പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അല്ലാഹുവേ, ഈ ദിവസം എനിക്ക് മതിവരുവോളം ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ, ഈ ദിവസം എൻ്റെ ദാഹം തീരുവോളം എനിക്ക് പാനീയം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഇന്ന് എനിക്ക് തലചായ്ക്കാനൊരിടമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത എത്രയെത്ര ആളുകളാണ് നിൻ്റെ ഈ ഭൂമിയിലുള്ളത് എന്നതായിരുന്നു റസൂലുള്ളാഹ് കിടന്നുറങ്ങുന്ന നേരത്ത് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്, ഇത് ലഭിക്കാത്ത എത്ര പേരുണ്ട് എന്ന ആലോചനകളും ചിന്തകളും, അങ്ങനെ മനസ്സിൻ്റെ വ്യതകൾ അനുഭവിച്ചായിരുന്നു റസൂൽ ഓരോ ദിവസവും കിടന്നുറങ്ങിയിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇവിടെയുള്ള അനാഥകളെയും അഗതികളെയും അശരണരെയും ദരിദ്രരെയും പാവങ്ങളെയുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും മഹനീയമായ പുണ്യം എന്ന് പഠിപ്പിച്ച ഒരു ദീനിൻ്റെ അനുയായികളാണ് നാം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മരണാനന്തരം ജഗന്നിയന്താവായ അല്ലാഹു സൃഷ്ടികളായ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുമെന്നാണ്. ഞാൻ പട്ടിണി കിടന്നപ്പോൾ, വിശപ്പിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ നിങ്ങളെന്തേ എനിക്ക് ഭക്ഷണം തരാഞ്ഞത് എന്ന്. നമ്മൾ ജഗന്നിയന്താവിനോട്, സർവേശ്വരനോട് പറയും, പ്രപഞ്ചപരിപാലകനായ നാഥ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ജന്തുജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നവനല്ലേ നീ എങ്ങനെ പട്ടിണി കിടക്കും? അള്ളാഹു അതിന് നൽകുന്ന മറുപടി എന്താണെന്നോ, നീ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിത പരിസരത്ത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് വിഷമിച്ച ആളെ നീ കണ്ടിരുന്നോ? നീ അവനെ സന്ദർശിച്ചിരുന്നോ? നീ അവൻ്റെ അരികിലെങ്ങാനും ചെന്നിരുന്നെങ്കിൽ അവൻ്റെ അരികിൽ എന്നെ നിനക്ക് കാണാമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ജഗന്നിയന്താവിനെ, സർവേശ്വരനെ, പ്രപഞ്ചപരിപാലകനായ ദൈവത്തെ തേടി പള്ളി മിഹ്റാബുകളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നേരെ മറിച്ച് ദൈവസാന്നിധ്യം കൃത്യമായി നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളുമാണ് ഇങ്ങനെ വിശപ്പ് അനുഭവിക്കുന്ന ആളുടെ അരികിൽ എന്നാണ് ഈ നബിവചനത്തിലൂടെ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ദാഹിച്ചു വലഞ്ഞപ്പോൾ എന്തേ നിങ്ങൾ എനിക്ക് ദാഹജലം നൽകിയില്ല എന്ന് സർവേശ്വരൻ നമ്മളോട് ചോദിക്കും. അതിശയത്തോടു കൂടി നമ്മൾ മറുപടി പറയും, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവജലം, ദാഹജലം നൽകി അനുഗ്രഹിച്ച നാഥ, നീ എങ്ങനെ ദാഹം അനുഭവിക്കും? നിനക്കെങ്ങനെ ദാഹിക്കും? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എൻ്റെ അടിമകൾ ഇങ്ങനെ ദാഹജലത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ സന്ദർഭത്തിൽ നിങ്ങൾ അവരുടെ അരികിൽ ചെന്നിരുന്നോ? അവിടെ എത്തിയിരുന്നെങ്കിൽ എന്നെ നിങ്ങൾക്ക് കാണാമായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ
പരിചരിച്ചില്ല, എന്നെ നിങ്ങൾ സന്ദർശിച്ചില്ല എന്നും ചോദിക്കുന്നു. ആ സന്ദർഭത്തിലും പറയുന്ന മറുപടി ഇതാണ്: നിങ്ങളുടെ അരികിൽ, നിങ്ങളുടെ ചുറ്റുപാടിൽ, അയൽപക്കത്ത് രോഗത്തിൻ്റെ ചരണങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന രോഗികളെ നിങ്ങൾ കണ്ടിരുന്നില്ലേ? അവരുടെ അരികിൽ നിങ്ങൾ ചെന്ന് അവരെ നിങ്ങൾ സാന്ത്വന വാക്കുകളാൽ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയിരുന്നെങ്കിൽ, ആ രോഗിയുടെ അരികിൽ എന്നെ നിങ്ങൾക്ക് കാണാമായിരുന്നു. നമ്മൾ അള്ളാഹുവിനെ എവിടെയാണ് തെരഞ്ഞു നടക്കേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചക വചനമാണിത്. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വിശപ്പിൻ്റെ പ്രശ്നം എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. ദാഹജലത്തിൻ്റെ പ്രശ്നം എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. തലചായ്ക്കാൻ ഒരിടമുണ്ടാവുക, സ്വന്തമായൊരു കൂരയുണ്ടാവുക, വീടുണ്ടാവുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. മനുഷ്യരല്ലാത്ത എല്ലാ ജീവികൾക്കും അവരവരുടേതായ താവളങ്ങളുണ്ട്, താമസ സ്ഥലങ്ങളുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. നമുക്കാണ് തലചായ്ക്കാൻ ഇടമില്ലാതെ പോകുന്നത് എന്ന ഈ കാര്യം അതും കൂടി പരിഹരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ വിവിധ പോഷക സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാകും. പുളിക്കലിലുള്ള നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദ ഡിസേബിൾഡ്, നമ്മുടെ കൂട്ടത്തിലെ തന്നെ അന്ധരായ, ബധിരരായ, അരയ്ക്ക് താഴെ കുഴഞ്ഞ് അവശരായി വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് പരിമിതികളുള്ള നമ്മുടെ സഹോദരങ്ങളെ, അവർക്ക് താങ്ങും തണലുമായി അവരെ സംരക്ഷിക്കാനുള്ള ഒരു ധാരാളം സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഈ സ്ഥാപനം അതുപോലെയുള്ള മഹത്തായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് രോഗികളായി കിടക്കുന്ന, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പാലിയേറ്റീവ് ക്ലിനിക്കുകളുണ്ട്. രോഗികളെ സാന്ത്വനിപ്പിക്കുക എന്നുള്ളത് മഹത്തായ ഒരു പുണ്യപ്രവർത്തനമാണ്. നമുക്കറിയാം, ഒരാൾ രോഗിയായി കിടന്നാൽ, തളർന്നു പോയാൽ, പിന്നെ 4 ചുമരുകൾക്കകത്ത് അവൻ ഒറ്റപ്പെട്ട് കഴിയേണ്ട സാഹചര്യം വരികയാണ്. തളർച്ചയുടെ അവശത അങ്ങേ അറ്റമായി കൊണ്ട് അനുഭവിക്കുന്ന എത്രയോ രോഗികളെ നമുക്ക് കാണാൻ കഴിയും. അസഹ്യമായ വേദനകൾ കടിച്ചിറക്കി അങ്ങനെ ദുരന്തങ്ങൾ പേറുന്ന രോഗികളെ ഈ പാലിയേറ്റീവ് കെയർ ആ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും. അവർക്കൊക്കെ ഒരു ആശ്വാസം, സമാശ്വാസത്തിൻ്റെ ചെറിയ ഒരു കൈത്താങ്ങ് നമ്മൾ നൽകിയാൽ തന്നെ വലിയ വലിയ സന്തോഷമായിരിക്കും അവർക്കുണ്ടാവുക. മനസ്സ് തളർന്ന് കിടക്കുന്ന, അങ്ങനെ എനിക്കിനി ഒരു തിരിച്ചുവരവില്ല എന്ന് വിചാരിച്ച് കഴിയുന്ന അത്തരം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഒന്നാമതായി അവരുടെ മനസ്സിന് കരുത്തും ഊർജവും ശക്തിയും നൽകിക്കൊണ്ടാണ്. അതിനാണ് നല്ല ഉപദേശങ്ങൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ശരിക്ക് സാന്ത്വന ചികിത്സ എന്നുള്ളത്. പാലിയേറ്റീവ് കെയർ അതാണ് കാര്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. രോഗത്തിന് മരുന്ന് കൊടുക്കുക എന്നതിലുപരി, അതേപോലെ തന്നെ രോഗത്തിന് ചികിത്സിക്കുക എന്നതിലുപരി മാനസികമായ ശക്തിയും ഊർജവും പകർന്നു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകും, നമ്മുടെയൊക്കെ നാട്ടിലെ ധനികരായ, ധർമ്മിഷ്ഠരായ, നല്ല മനസ്സുള്ള എത്രയോ ആളുകൾ പണ്ട് കാലങ്ങളിൽ വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭൂമിയൊക്കെ. പല പുണ്യപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് ചെയ്തിട്ടുള്ളത്. പള്ളിയുണ്ടാക്കാൻ, അനാഥാലയങ്ങൾ ഉണ്ടാക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ,
ഇതേപോലെ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ വഖഫ് ചെയ്തിരുന്നു. വഖഫിൻ്റെ ഈ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഏക്കറക്കണക്കിന് ഭൂമിയും അതേപോലെ സ്വത്തുവകകളുമൊക്കെ രോഗികളെ പരിചരിക്കാൻ വേണ്ടിയുള്ള വളണ്ടിയർമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി, രോഗികളെ പരിചരിക്കാനുള്ള വളണ്ടിയർമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനത്തിനായുള്ള വഖഫ് എന്ന നിലക്ക് വരെ ഈ വഖഫിൻ്റെ പട്ടിക നീണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എണ്ണമറ്റ പുണ്യപ്രവർത്തനങ്ങളാണ് ഈ സന്ദർഭത്തിൽ ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നടക്കുകയല്ലാതെ ഇതിൽ നിന്ന് ഒരിക്കലും തന്നെ പിന്മാറിപ്പോകരുത്. അങ്ങനെ ഒരു മനസ്സ് തന്നെ നമുക്കുണ്ടാവുകയില്ല. തീർച്ചയായും അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇത്തരം മഹത്തരമായ സംരംഭങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ദയാഭവൻ ഇവിടെ നാടിന് വേണ്ടി സമർപ്പിച്ച സന്ദർഭത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകൾക്കും എത്രയും പെട്ടെന്ന് അതൊക്കെ പൂർത്തീകരിക്കുവാനും നാട്ടുകാർക്ക് അതൊക്കെ ഗുണകരമായി തീരുവാനും സർവേശ്വരനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.